ശരി, അനിൽ വി നാഗേന്ദ്രൻ സംവിധായകൻ. അനിൽ, ഈ ഘട്ടത്തിൽ രഞ്ജിത്തുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന വിവാദത്തിൽ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? രഞ്ജിത്ത് രാജിവെക്കണം എന്നുള്ള ആവശ്യം പൊതുവായി ഉയരുമ്പോൾ സർക്കാർ പക്ഷേ ഇപ്പോഴും രഞ്ജിത്തിനെ ന്യായീകരിക്കുന്ന പ്രതികരണങ്ങൾ, സർക്കാർ എന്ന് പറയുമ്പോൾ സാംസ്കാരിക വകുപ്പ് മന്ത്രി പി രാജീവ് എന്ന് പ്രതികരിക്കാതെ പോവുകയാണ് ചെയ്തത്. ഈ ഹേമ കമ്മീഷനെ ഗവൺമെൻറ് വയ്ക്കുന്നത് തന്നെ നമുക്കെല്ലാവർക്കും അറിയാം. ഒരു പ്രധാനപ്പെട്ട നടിക്ക് നേരെ നടന്ന ക്രൂരമായിട്ടുള്ള ആക്രമണം, ഒരു സ്ത്രീകൾക്ക് നേരെ ഒരുപക്ഷെ അന്തർദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട ഒരു വളരെ ഹീനമായിട്ടുള്ളൊരു ആക്രമണം നടന്നു. അതിനെ തുടർന്ന് നിരവധിയായിട്ടുള്ള ആരോപണങ്ങളും ഈ സിനിമ ഇൻഡസ്ട്രിക്കകത്ത് തന്നെ സ്ത്രീകൾ നേരിടുന്ന നിരവധി ചൂഷണങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും വന്നു. കൃത്യമായി ഗവൺമെൻറ് അതിനെ മുഖവിലേക്ക് എടുക്കുകയും ഗൗരവമായിട്ട് ഇടപെടുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഹേമ കമ്മീഷനെ വയ്ക്കുന്നത്. ഒരുപക്ഷെ അത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും അങ്ങനെ കമ്മീഷനെ തന്നെ നിയോഗിക്കുന്നത്. വളരെ നല്ലൊരു സമിതിയായിരുന്നു ആ കമ്മീഷൻ. ഒരു വളരെ ചലച്ചിത്ര അക്കാദമിയാണ് അതിൻ്റെ പ്രവർത്തനത്തിലുള്ള തുക ഏതാണ്ട് ഒരു 1.25 കോടി രൂപയോളം വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് അത് നൽകിയത്. ഈ ചലച്ചിത്ര അക്കാദമിയുടെ ഭരണസമിതിയിൽ ആ സമയത്ത് അത് കഴിഞ്ഞിട്ട് ഞാനുണ്ടായിരുന്നു. ശ്രീ കമൽ ഇരിക്കുമ്പോൾ ഉണ്ട്, പിന്നെ ശ്രീ രഞ്ജിത്ത് ഇരിക്കുമ്പോഴുണ്ട്. ഞാനിപ്പോൾ ചലച്ചിത്ര അക്കാദമിയിൽ ഞാൻ രാജിവെച്ചു 2 വർഷം മുമ്പ്. അപ്പോൾ ഞാനില്ല. എങ്കിലും ആ സമയത്ത് എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞതാണ്. ഹേമ കമ്മീഷനെ സംബന്ധിച്ച് റിപ്പോർട്ട് വന്ന സ്ഥിതിക്ക് എത്രയും വേഗം, അത് സ്ത്രീ സമൂഹത്തിൻ്റെ മാത്രമല്ല പൊതുസമൂഹത്തിൻ്റെ ആവശ്യമാണ്, അത് പുറത്തു വരണം എന്ന് ഞാൻ കമ്മിറ്റിയിൽ ആവശ്യപ്പെട്ടതാണ്. ഇപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ വളരെ വിവാദങ്ങൾക്ക് ശേഷം അല്പം വൈകിയാണെങ്കിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഒരു അപൂർണമായിട്ടെങ്കിലും അത് പുറത്തു വന്നിരിക്കുകയാണ്. ജനങ്ങളുടെ ചർച്ചയിലേക്ക് വന്ന് മാധ്യമങ്ങൾ അത് വളരെ സജീവമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഒരു അപ്രതീക്ഷിതമായിട്ടുള്ളൊരു ട്വിസ്റ്റാണ് ഇങ്ങനെ ഒരു ബംഗാളി നടി ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. അതവർ വളരെ വ്യക്തമായി അവർ തന്നെ നേരിട്ട് വന്ന് പറഞ്ഞിരിക്കുകയാണ്. ആളുടെ പേരും അവർ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട്. അത് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനാകുമ്പോൾ അതിനകത്തൊരു ചെറിയ ഒരു നമ്മളെല്ലാം ചിന്തിക്കുന്നതിനപ്പുറമുള്ള ഒരു തലമുണ്ട്. കാരണം ചലച്ചിത്ര അക്കാദമി ഫണ്ട് ചെയ്തിട്ടാണ് ഹേമ കമ്മീഷൻ പ്രവർത്തിച്ചതും അതിൻ്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നു. ആ റിപ്പോർട്ടിനകത്തുള്ള ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനിടയിലാണ് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണെങ്കിൽ പോലും ഒരു നടി, പ്രസിദ്ധിയായിട്ടുള്ള നടിയാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ശ്രീ രഞ്ജിത്ത് കുറ്റക്കാരനാണോ അല്ലയോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. അത് അദ്ദേഹം നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ്, നേരിട്ട് ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇടതുപക്ഷ ഗവൺമെൻറ് ഒരു സ്ത്രീപക്ഷ ഗവൺമെൻറ്റാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അധികാരത്തിൽ വന്ന നമ്മളതിൻ്റെ ആശയങ്ങളെല്ലാം അത്തരത്തിൽ വളരെ പ്രഖ്യാപിതമായി നമ്മൾ പറഞ്ഞ ഒരു ഗവൺമെൻറ്റാണ്. അങ്ങനെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ആളാണ് രഞ്ജിത്ത്. അക്കാദമി തന്നെ ഫണ്ട് ചെയ്ത ഒരു ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി വന്ന ഒരു അവസരത്തിലാണ് ഇങ്ങനൊരു വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ രഞ്ജിത്തും ഒരു ഇടതുപക്ഷ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ആളാണ്. ഗവൺമെൻറ്റിന് അധികം പ്രഷർ കൊടുക്കാതെ ഈ ഒരു സന്ദർഭത്തിൽ ഒരുപാട് വിമർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം മാറി നിൽക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അത് തീർച്ചയായിട്ടും അതൊരു ഇല്ലെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരുന്ന എന്ത് നയമാണ് ഗവൺമെൻറ് ജനങ്ങളോട് പറഞ്ഞത്, അതിൽ നിന്ന് വിരുദ്ധമായ ഒരു സംഗതിയിൽ കഥാപാത്രമായി അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അക്കാദമിയുടെ തലപ്പത്തിരിക്കുന്നത് ഒരു ഭംഗിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായും ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന പവർ ലോബിയിൽ ആരൊക്കെ എന്നുള്ളത് ആ പേരുകൾ നമ്മുടെ മുന്നിലില്ല. പക്ഷേ മലയാള സിനിമയ്ക്ക് പുറത്തു നിന്നുള്ള ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പവർ ലോബിയിൽപ്പെട്ട ഒരു വ്യക്തി തന്നെയാണോ ഇപ്പോൾ ആരോപണ വിധേയൻ എന്ന ചോദ്യം കൂടി അവിടെ ഉയരുന്നുണ്ട്.